നമസ്കാരം, ആദംസ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുവർണ. NIOS +2 ഡേറ്റ എൻട്രി കോഴ്സ് കോഡ് 336, അതായത് 336ന്റെ എക്സാം ആയിരുന്നു ഇന്ന്. അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്തിട്ടുള്ള ഉത്തരങ്ങളൊക്കെ ശരിയാണോ എന്ന് അറിയാൻ ഒരു ആഗ്രഹം കാണില്ലേ? അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഈ ആൻസേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യാം അല്ലേ? സെക്ഷൻ എ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ആഡ് എ റേഞ്ച് ഓഫ് നമ്പേഴ്സ് ഇൻ എക്സൽ? ഒരു റേഞ്ച് ഓഫ് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഓപ്ഷൻ സി ആണ്, സം ആണ് ഉത്തരമായിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, വൈ വുഡ് യു യൂസ് ദ ജസ്റ്റിഫൈ അലൈൻമെൻറ്റ് ഇൻ എ വേർഡ് ഡോക്യുമെൻറ്റ്? ഓപ്ഷൻ എ, to align text evenly between left and right margin. Option B, to center the text. Option C, to align text to the right. Option D, to indent the first line of a paragraph. എന്താണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. ടു അലൈൻ ടെക്സ്റ്റ് ഈവൻലി ബിറ്റ്വീൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർജിൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഫോർമുല ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഹയസ്റ്റ് വാല്യൂ ഇൻ എ റേഞ്ച് ഇൻ എക്സൽ? അപ്പോൾ നമുക്ക് ABCD ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കൊടുത്തിരിക്കുന്നതനുസരിച്ച് ബി, ഹയസ്റ്റ് വാല്യൂ ഇൻ എ റേഞ്ച് ഇൻ എക്സൽ. ഹയസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അത് മാക്സിമം ആണ്, അപ്പോൾ ബി ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് നാലാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നാലാമത്തെ ചോദ്യം, വൈ ഈസ് ഇറ്റ് ബെനഫിഷ്യൽ ടു യൂസ് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് ഇൻ എ ഡോക്യുമെൻറ്റ്? എ, to delete unnecessary text. B, to present information in an organized way and to bring main points to a reader's attention. C, to convert paragraphs into tables. D, to add animation to the document. അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ് വരുന്നത്. ടു പ്രസൻറ്റ് ഇൻഫർമേഷൻ ഇൻ ആൻ ഓർഗനൈസ്ഡ് വേ ആൻഡ് ടു ബ്രിങ് മെയിൻ പോയിൻറ്റ്സ് ടു റീഡേഴ്സ് അറ്റൻഷൻ ആണ് ബുള്ളറ്റ്സും നമ്പറിങ്ങും ഒക്കെ ഒരു ഡോക്യുമെൻറ്റിൽ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണം അല്ലെങ്കിൽ ബെനിഫിറ്റ്. അഞ്ചാമത്തെ ചോദ്യം, ഇൻ MS Word ഹൗ ഡു യു അപ്ലൈ എ ബോർഡർ ടു ടെക്സ്റ്റ്? അപ്പോൾ MS Wordൽ എങ്ങനെയാണ് നമ്മൾ ഒരു ടെക്സ്റ്റിന് ബോർഡർ കൊടുക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് സി ആണ് കേട്ടോ. ഹോം, പാരഗ്രാഫ്, ബോർഡർ ആൻഡ് ഷെയ്ഡിംഗ് ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്തത് ആറാമത്തെ ചോദ്യം, ദിസ് ടൈപ്പ് ഓഫ് ചാർട്ട് ഇൻ എ സ്പ്രെഡ്ഷീറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ വാല്യൂസ് അക്രോസ് കാറ്റഗറീസ്. അപ്പോൾ അതിൽ ഏതാണ് ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ സിക്സ്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ സി, ബാർ ചാർട്ടാണ് വരുന്നത്. ഏഴാമത്തെ ചോദ്യം, പവർ പോയിന്റ് കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് വ്യൂസ് ടു ഹെൽപ്പ് യു ഇൻ ദി ക്രിയേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് സ്ലൈഡ്സ്. ഐഡൻറ്റിഫൈ ദി ഇൻകറക്റ്റ് വൺ. പവർ പോയിന്റിനെ സംബന്ധിച്ച് ഇൻകറക്റ്റ് ആയിട്ട് ഇവിടെ ഏതാണ് കൊടുത്തിട്ടുള്ളത്? നോർമൽ വ്യൂ ആണോ, സ്ലൈഡ് സോർട്ട് വ്യൂ ആണോ, ഗ്രിഡ് വ്യൂ ആണോ, സ്ലൈഡ് ഷോ വ്യൂ ആണോ? ഗ്രിഡ് വ്യൂ, സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി എട്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇൻ ദി ക്വസ്റ്റ്യൻ ഗിവൻ ബിലോ ദർ ആർ ടു സ്റ്റേറ്റ്സ്മെന്റ് മാർക്ക്ഡ് ആസ് അസർഷൻ ആൻഡ് റീസൺ. ഇൻ ഈച്ച് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ആർ ഗിവൻ ബിലോ. ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ ഫോർ യുവർ ആൻസർ. അപ്പോൾ ഇവിടെ അസർഷനും റീസണും ഒക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. പേജ് ബ്രേക്കിനെ സംബന്ധിച്ചാണ് അവിടെ അസർഷൻ കൊടുത്തിരിക്കുന്നത് അല്ലേ. പേജ് ബ്രേക്ക് ഈസ് യൂസ്ഡ് ടു മൂവ് കണ്ടന്റ് ടു ദി നെക്സ്റ്റ് പേജ് ഇൻ MS Word. റീസൺ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രസ്സിംഗ് എൻ്റർ കീ മൾട്ടിപ്പിൾ ടൈംസ് ഈസ് ദ ബെസ്റ്റ് വേ ടു സ്റ്റാർട്ട് എ ന്യൂ പേജ് ഇൻ MS Word. അപ്പോൾ ഇതിലെ ഉത്തരം എന്തായിട്ട് വരും? നമുക്ക് അസർഷനും റീസണും നോക്കുമ്പോൾ രണ്ടും കൺസിഡർ ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് സി ആണ് കേട്ടോ. സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. എ ട്രൂ ആണ്, പക്ഷേ 6 ഫോൾസ് ആണ്. 6 ഇവിടെ, അതായത് റീസൺ എന്ന് പറയുന്നത് ഇവിടെ ഫോൾസ് ആണ് കേട്ടോ. അടുത്തത് എട്ടാമത്തെ തന്നെ രണ്ടാമത്തെ ചോദ്യമുണ്ട്. അപ്പോൾ അതിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? അസർഷൻ, സിപ്പ് ഓർ അൺസിപ്പ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ് ആർ യൂട്ടിലിറ്റി പ്രോഗ്രാംസ്. റീസൺ ആറ് എന്താണ് കൊടുത്തിരിക്കുന്നത്? യൂട്ടിലിറ്റി പ്രോഗ്രാംസ് ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദി ഫങ്ഷണാലിറ്റി ഓഫ് ആൻ OS ആൻഡ് ദ നീഡ്സ് ഓഫ് യൂസേഴ്സ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കിക്കഴിയുമ്പോൾ അസർഷനും റീസണും വായിച്ചതിൽ നിന്ന് ഏതാണ് ഉത്തരമെന്ന് നമുക്ക് മനസ്സിലാവും. രണ്ടാമത്തതിൻ്റെ ഉത്തരം വരുന്നത് എ ആണ്. അതായത് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടും ശരിയാണ് അല്ലേ. ആറെന്ന് പറയുന്നത് എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. ഓക്കെ, ഇനി നമുക്ക് 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 9th ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ് ഫോർ ദ ഫോളോവിങ്. ദ ലൈൻ ആൻഡ് പാരഗ്രാഫ് സ്പേസിംഗ് ഓപ്ഷൻ ഈസ് ഫൗണ്ട് അണ്ടർ ദ ഇൻസേർട്ട് ടാബ്. അപ്പോൾ അവിടെ ട്രൂ ആണോ ഫോൾസ് ആണോ വരുന്നത്? അത്
ഫോൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് യൂഷ്വലി ഇൻ ദി ഹോം ഓർ ലേ ഔട്ട് ടാബാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ഇനി അടുത്തത്, ദ ഹെഡർ ആൻഡ് ഫൂട്ടർ ക്യാൻ കണ്ടെയ്ൻ ടെക്സ്റ്റ്, പേജ് നമ്പേഴ്സ്, ഡേറ്റ്സ് ആൻഡ് ഇമേജസ്. അത് ശരിയാണോ? അത് ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് അവിടെ ടി അല്ലെങ്കിൽ ട്രൂ എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഇനി പത്താമത്തെ ചോദ്യം നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ എന്താണ്? എയും ബിയും ആയിട്ടുണ്ട്. എ, ദ ഡിഫോൾട്ട് പേജ് ഓറിയൻറ്റേഷൻ ഇൻ MS Word ഈസ് ഡാഷ്. അവിടെ എന്താണ് ഉത്തരം വരുന്നത്? പോർട്രേറ്റ് ആണ് അവിടെ ഉത്തരം വരുന്നത്. പോർട്രേറ്റ്. ബി, ടു ആഡ് എ ഹെഡർ ഇൻ എ ഡോക്യുമെൻ്റ് ഡാഷ് ടാബ് ഈസ് യൂസ്ഡ്. ഹെഡർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ടാബാണ് യൂസ് ചെയ്യുന്നത്? ഇൻസേർട്ട് ടാബാണ് അവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇൻസേർട്ട് ടാബാണ് യൂസ് ചെയ്യുന്നത്. ഇനി 11ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഡാഷ് സ്റ്റോർ ദ ഫോർമാറ്റ് ഓഫ് ഈച്ച് പാരഗ്രാഫ് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഡിലീറ്റഡ് ദ ടെക്സ്റ്റ് ഇൻ ദി പാരഗ്രാഫ് ബിക്കംസ് പാർട്ട് ഓഫ് ദ നെക്സ്റ്റ് പാരഗ്രാഫ്. പാരഗ്രാഫ് മാർക്ക് ആണ് അവിടെ ഉത്തരം വരുന്നത്. പാരഗ്രാഫ് മാർക്കാണ് അവിടെ ഉത്തരം വരേണ്ടത്. 12ാമത്തെ ചോദ്യം, ഡാഷ് റെപ്രസെൻറ്റ്സ് ദ വാല്യൂസ് ഓഫ് ദി ഡേറ്റ സീരീസ് പ്ലോട്ടഡ് ഇൻ ദി ചാർട്ട് ഓർ ഗ്രാഫ്. 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ത് വരും? ഡേറ്റ സീരീസ് ഓർ ഡേറ്റ മാർക്കേഴ്സ് ഉത്തരമായിട്ട് വരാം കേട്ടോ. ഡേറ്റ സീരീസ് ഓർ ഡേറ്റ മാർക്കേഴ്സ് റെപ്രസെൻറ്റ്സ് ദ വാല്യൂസ് ഓഫ് ദി ഡേറ്റ സീരീസ് പ്ലോട്ടഡ് ഇൻ ദി ചാർട്ട് ഓർ ഗ്രാഫ് എന്ന് നമുക്ക് 12ാമത്തെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാം. 13ാമത്തെ ചോദ്യത്തിന് ഉത്തരം, ദ ഡിഫോൾട്ട് അലൈൻമെൻറ്റ് ഓഫ് ടെക്സ്റ്റ് ഇൻ MS Word ഈസ് ഡാഷ്. ലെഫ്റ്റ് ആണ് അവിടെ ഉത്തരം വരേണ്ടത്. ലെഫ്റ്റ്. 13ാമത്തെ ചോദ്യത്തിന് ലെഫ്റ്റ് ഉത്തരം വരും. ഇനി അടുത്തത് 14. വെൻ ടെക്സ്റ്റ് നീഡ്സ് ടു ബി പേസ്റ്റഡ് ഇൻ എ ഡോക്യുമെൻറ്റ് വി യൂസ് ദ ഷോർട്ട് കട്ട് കീ. 14ാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്താ കൊടുക്കേണ്ടത്? Ctrl+V ആണ് അവിടെ വരുന്നത്. Ctrl+V ആണ് വരുന്നത്. ഇനി അടുത്തത് 15ാമത്തെ ചോദ്യം, ടു ചേഞ്ച് ദ പേജ് ഓറിയൻറ്റേഷൻ ദ ഡാഷ് ടാബ് ഈസ് യൂസ്ഡ് ആൻഡ് സെലക്ട് ഓറിയൻറ്റേഷൻ. 15ാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്താണ്? ലേ ഔട്ട് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ലേ ഔട്ട്, അല്ലെങ്കിൽ നമുക്ക് പേജ് ലേ ഔട്ട് എന്ന് പറയുകയും ചെയ്യാം കേട്ടോ. അടുത്തത് 16ാമത്തെ ചോദ്യം, ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് എ ഫോർമുല ടു ആഡ് സെൽസ് വാല്യൂസ് വിച്ച് ഫീച്ചർ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ടു ഓട്ടോമാറ്റിക്കലി ആഡ് നമ്പേഴ്സ് ഇൻ ദി സ്പ്രെഡ്ഷീറ്റ് സെൽസ്. ഓട്ടോ സം ആണ് അവിടെ ഉത്തരം വരേണ്ടത് കേട്ടോ. ഓട്ടോ സം ആണ് ഉത്തരം വരേണ്ടത്. ഇനി 17ാമത്തെ ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാലോ, ദ പാർട്ട് ഓഫ് CPU വിച്ച് പെർഫോംസ് ദ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഈസ് കോൾഡ് ആസ് ഡാഷ്. അവിടെ അലു, അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്. 18ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, ഐഡൻറ്റിഫൈ ദി ഫോളോവിങ്. ആൻ ഇലക്ട്രോ മെക്കാനിക്കൽ ഹാൻഡ് ഹെൽഡ് ഡിവൈസ് യൂസ്ഡ് ഫോർ പോയിന്റ്, ക്ലിക്ക്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആക്ഷൻസ്. മൗസ് ആണ് അവിടെ ഉത്തരം വരേണ്ടത്. ബി, ഇറ്റ് ട്രാൻസ്ലേറ്റ്സ് പ്രിന്റഡ് ഇമേജസ് ഇൻ ടു ആൻ ഇലക്ട്രോണിക് ഫോർമാറ്റ് ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ കമ്പ്യൂട്ടേഴ്സ് മെമ്മറി ആൻഡ് എഡിറ്റഡ് ലേറ്റർ. സ്കാനർ ആണ് അവിടെ ഉത്തരം വരേണ്ടത്. സി, ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ബാങ്ക്സ് ടു കൺവേർട്ട് ദ സ്കാൻഡ് ഇമേജ് ഓഫ് എ ടൈപ്ഡ് ഓർ പ്രിന്റഡ് പേജ് ഇൻ ടു ടെക്സ്റ്റ് ദാറ്റ് ക്യാൻ ബി എഡിറ്റഡ് ഓൺ ദി കമ്പ്യൂട്ടർ. OCR ആണ് അവിടെ ഉത്തരം വരേണ്ടത്. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ അടുത്ത പാർട്ടിൽ വരുന്നതായിരിക്കും. താങ്ക് യു.